അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ജബലുന്നൂർ, പ്രകാശത്തിൻ്റെ പർവ്വതമെന്നറിയപ്പെടുന്ന ജബലുന്നൂറിൻ്റെ മുകളിലാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വചനം ചൊല്ലിക്കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട ഓർ ഹിറ. ആ ഹിറയ്ക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രിയതമ ഖദീജ അൻഹയുടെ ത്യാഗത്തിൻ്റെ സ്മരണ കഥകൾ അയവിറക്കുന്ന ഒരു സ്ഥലമാണ് ജബലുന്നൂർ എന്ന് പറയുന്നത്. അങ്ങകലെ മക്കയുടെ മണ്ണിൽ നിന്ന് കിലോമീറ്ററോളം പൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ ഭക്ഷണപ്പൊതിയുമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുകൊടുക്കുമായിരുന്നു. ചരിത്രങ്ങൾ പരിധിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ദാമ്പത്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഓർ ഹിറയിൽ ഞങ്ങളിപ്പോൾ വന്നു നിൽക്കുന്നത് റബീഉൽ അവൽ മാസത്തിലാണ്. റബീഉൽ അവൽ മാസത്തിൽ എന്ന് മാത്രമല്ല, റബീഉൽ അവൽ 12 പ്രഭാതം മക്കയുടെ മണ്ണിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജനിച്ച ആ സ്ഥലത്ത് മൗലൂദൊക്കെ നടത്തി അവിടെ നിന്ന് ടാക്സി വിളിച്ച് പ്രഭാതം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി. ഏകദേശം 7 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റബീഉൽ അവൽ 12 ഹബീബുമായി ബന്ധപ്പെട്ട ആ ദിവസം ഇവിടെ വന്നെത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ താല്പര്യമുണ്ടാകും, ആഗ്രഹമുണ്ടാകും. വിദൂരമില്ലാത്തൊരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കത്തുൽ മുക്കറമയുടെ മണ്ണിലെത്താനും മദീനത്തുൽ മുനവ്വറ സിയാറത്ത് ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.